1970s റോബർട്ട് ക്ലിക്ക് എന്ന പേരുള്ള ഒരു സൈക്കോളജി പ്രൊഫസർ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ ചുണ്ടിന്റെ അറ്റത്ത് നിന്നും ചെവി വരെയുള്ള ഭാഗത്തേക്ക് ഒരു മുറിപ്പാട് വരച്ചു കൊടുത്തു. വരച്ചതിന് ശേഷം അവർക്ക് ഓരോരുത്തർക്കും പ്രൊഫസർ ഒരു ഹാൻഡ് മിറർ നൽകി അവരെങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി. അതിനുശേഷം അവരെ പരിചയമില്ലാത്തവരുടെ ഇടയിൽ സംസാരിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് ചോദിച്ചറിഞ്ഞപ്പം അവർ ഓവർവെൽംഡ് ആയിട്ട് സംസാരിച്ചു. ടെൻഷനായി പോയി, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല, എതിരെ നിന്നാൾ കുറച്ച് അകന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഫുൾ ടെൻഷനിലായിരുന്നു എല്ലാവരും. നമ്മളത് റീവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മിററിൽ നോക്കിയതിന് ശേഷം ഈ പ്രൊഫസർ എല്ലാവരുടെ മുഖത്തും ഒരു ക്രീം അപ്ലൈ ചെയ്തു, ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തു എന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പ്രൊഫസർ ശരിക്കും സ്കാർ റിമൂവ് ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷെ അറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ സ്കാർ വരച്ച് എൻ്റെ മുഖം വിരൂപമായിട്ടുള്ളത്, അതുകൊണ്ട് ഇന്നതൊക്കെയാണ് സൊസൈറ്റിയിൽ നിന്ന് റെസ്പോൺസ് കിട്ടുക എന്നുള്ളത് അവർ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു. അവർ ഇങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അവരെ തന്നെ ജഡ്ജ് ചെയ്തിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എവിഡൻസസ് ആണ് നമ്മുടെ ചുറ്റിലും നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വർക്കിന് പോകുന്നവരോ ഒരു മീറ്റിങ്ങിന് പോകുന്നവരോ നമ്മൾ അത്ര വർത്തി അല്ല, നമ്മൾ അത്ര കേപ്പബിൾ അല്ല, നമ്മൾ ഡിസേർവിംഗ് അല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല.